ഉടുപ്പി ബ്രഹ്മവാർ പോലീസ് കസ്റ്റഡിയിലെടുത്ത കൊല്ലം സ്വദേശി ബിജുമോൻ മരിച്ചതിൽ ദുരൂഹതയെന്ന കുടുംബം. ബിജുമോന്റെ ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകളുണ്ടെന്നും പോലീസ് കസ്റ്റഡിയിൽ ക്രൂരമായി മർദ്ദിച്ച് ബിജുമോനെ കൊലപ്പെടുത്തിയതാണെന്നും സഹോദരൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കേസ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും കുടുംബത്തിന് നീതി ലഭിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. പ്രതികരണത്തിലേക്ക്. പോലീസ് കസ്റ്റഡിയിൽ വെച്ചാണ് ലോക്കപ്പ് മരണം തന്നെയാണ്. പിന്നെ എൻ്റെ സഹോദരങ്ങൾ 4 പേരാണ് അവിടെ ചെന്നിട്ടുള്ളതും നമ്മളവിടെ SP വരെ പരാതി കൊടുത്തിട്ടുള്ളതും. ഇവർ ആദ്യമേ നമ്മളിലേക്ക് വിളിക്കുന്ന സമയത്ത് അവർ പറയുന്നതെല്ലാം അറ്റാക്ക് വന്ന് മരിച്ചു, ആ ഒരു രീതിയിലായിരുന്നു. അപ്പോൾ അറ്റാക്ക് വന്ന് മരിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ ഇത്രയും പാടുകൾ, ഇത് ബ്രൂട്ടലായിട്ടുള്ള ലോക്കപ്പ് മരണം തന്നെയാണ്. എന്നിട്ട് അവർ വളരെ മൃഗീയമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ FIR പോലും അവരിട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മരിച്ചതിന് ശേഷം മാത്രമാണ്. വീട് കയറി ആക്രമിച്ചെന്ന പരാതിയിലാണ് ഈ മാസം 10-ന് രാത്രി ബിജുവിനെ സ്റ്റേഷനിൽ എത്തിച്ചതെന്നും പുലർച്ചെ സ്റ്റേഷനിൽ കുഴഞ്ഞു വീണ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ലെന്നുമാണ് ഉಡುപ്പി SP K ಅರುಣ್ പറയുന്നത്. ನಂತರ ಅವರನ್ನು ಲಾಕಪ್ನಲ್ಲಿ ಇಡಲಾಗಿದೆ. ಲಾಕಪ್ನಲ್ಲಿ ಇಟ್ಟ ಮೇಲೆ ನೈಟ್ ಸೆಂಟ್ರಿ ಅವರು ಸುಮಾರು ಒಂದು 3:45ಗೆ ನೋಡ್ತಾ ಇದ್ದಾರೆ. ಅವರು ಆರೋಪಿಯವರು ಅಲ್ಲಿಯೇ ಕೂತು ಪಕ್ಕದಲ್ಲಿರೋ ಗೋಡೆಗೆ ತಲೆಯನ್ನು ತಾಗಿಸಿ ಅಲ್ಲಿ ಇರೋದು ಕಂಡು ಬಂದಿದೆ. ತಕ್ಷಣ ಅವರು ಸಬ್ ಇನ್ಸ್ಪೆಕ್ಟರ್ಗೆ ಮತ್ತು ಆ್ಯಂಬುಲೆನ್ಸ್ಗೆ ಇಮಿಡಿಯೇಟಾಗಿ ಇನ್ಫಾರ್ಮ್ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಇನ್ಫಾರ್ಮ್ ಮಾಡಿದ ಮೇಲೆ ಆ್ಯಂಬುಲೆನ್ಸ್ ಸ್ಟಾಫ್ ಬಂದು ಕಮ್ಯುನಿಟಿ ಹೆಲ್ತ್ ಸೆಂಟರ್ ಬ್ರಹ್ಮವರಾಗಿ ಅವರನ್ನು ಶಿಫ್ಟ್ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಶಿಫ್ಟ್ ಮಾಡಿದ ಮೇಲೆ ಅಲ್ಲಿ ಕಮ್ಯುನಿಟಿ ಹೆಲ್ತ್ ಸೆಂಟರ್ನಲ್ಲಿ ಇವರು ಬ್ರಾಡ್ ಡೇಟ್ ಎಂದು ಒಂದು ಇಂಟಿಮೇಷನ್ പോലീസ് സ്റ്റേഷൻ കൊടുത്താ ഇದ್ದಾರೆ. ദിലീപ് ദേവസി നൽകും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ. ദിലീപ്, ഈ കുടുംബം പറയുന്ന ഒരു കാര്യം ബ്രൂട്ടലി ഒരു ലോക്കപ്പ് മർഡറാണ് സംഭവിച്ചിരിക്കുന്നത് എന്നതാണ്. എന്താണ് ഈ സംഭവത്തിന്റെ തുടക്കം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? കുടുംബം പറയുന്ന കാര്യങ്ങൾ, ഒപ്പം എന്താണ് പോലീസ് ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നത്? ശ്രുതി, നിരവധി ചോദ്യങ്ങളും ദുരൂഹതകളും ബാക്കിയാക്കിയിട്ടാണ് കൊല്ലം ഓടനാവട്ടം അരേക്കുന്നിൽ ബിജുമോൻ്റെ മരണം നിലനിൽക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ജോലിക്ക് വേണ്ടി നവംബർ 10-ാം തീയതി ജോലിക്ക് വേണ്ടിയിട്ടാണ് ഈ ഉടുപ്പിയിലേക്ക് ബിജുമോൻ എത്തുന്നത്. അവിടെ ഷിപ്പ്യാർഡിൽ കപ്പലിൽ പെയിൻ്റ് അടിക്കുന്ന ജോലിയായിരുന്നു ഇദ്ദേഹത്തിന് പറഞ്ഞിരുന്നത്. ഈ സമയം നവംബർ 10-ാം തീയതി രാത്രി 9 മണിക്കായിരുന്നു ബ്രഹ്മവാർ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ലഭിക്കുന്നത്. അതായത് ഈ ബിജുമോൻ ഒരു വീട്ടിൽ കയറി സ്ത്രീയെയും കുട്ടിയെയും അപമാനിച്ചു എന്നുള്ളൊരു പരാതിയായിരുന്നു അവിടെ ലഭിച്ചത്. ആ സമയത്ത് തന്നെ ബിജുമോനെ 9 മണിയോടുകൂടെ സ്റ്റേഷനിലെത്തിക്കുന്നു. ശേഷം 3:45-ന്, അതായത് 11-ാം തീയതി പുലർച്ചെ 3:45-ന് ബിജുമോൻ കുഴഞ്ഞു വീഴുന്നു. അതോടൊപ്പം ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഈ ഉടുപ്പി SP ആയ അരുൺ പറയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ബന്ധുക്കൾ അവിടെ എത്തുമ്പോൾ, ഉടുപ്പിയിലെത്തുമ്പോൾ അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുകയാണ്. ഈ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്ന സമയത്ത് ദേഹത്ത് മുറിവേറ്റ പാടുകളുണ്ട്. ആ മുറിവേറ്റ പാടുകൾ ചിത്രീകരിക്കാൻ പോലും അവിടുത്തെ പോലീസുകാർ സമ്മതിച്ചില്ല. ഈ മോർച്ചറി ലൈറ്റ് ഓഫാക്കി ഇവരോട് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, അതായത് ഇതൊരു അറ്റാക്കാണ് എന്നുള്ള തരത്തിൽ പറയുകയും ഇവരുടെ പെരുമാറ്റത്തിലൊരു സംശയം തോന്നിയ ഈ ബന്ധുക്കൾ അവിടുത്തെ മജിസ്ട്രേറ്റിനെ കാണണമെന്ന് മജിസ്ട്രേറ്റിന് പരാതി നൽകുകയും ചെയ്തു. പിന്നീട് ഇവരുടെ നിർബന്ധപ്രകാരം മൃതദേഹം പുറത്തു വെച്ച് വെളിച്ചത്ത് വെച്ച് നോക്കിയപ്പോഴാണ് ദേഹമാസകലം മർദ്ദനമേറ്റ പാടുകൾ കാണുന്നത്. അത് മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കും. ആ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിക്കുകയും ചെയ്തു. ആ ദൃശ്യങ്ങളിൽ തന്നെ നമ്മൾക്ക് വ്യക്തമായി മനസ്സിലാകാം ആ ബിജുമോൻ്റെ കാലിലും നെഞ്ചുഭാഗത്തെല്ലാം തന്നെ മർദ്ദനമേറ്റ പാടുകളുണ്ട്, ചോര കല്ലിച്ച പാടുകളുണ്ട്. വാരിയലിൻ്റെ ഭാഗത്ത് ക്ഷതമേറ്റ പാടുകളും കൃത്യമായി കാണുകയും ചെയ്ത തുടർന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഇവിടെ വെച്ച് ഇൻക്വസ്റ്റ് നടപടികൾ നടത്താൻ പാടില്ല, മജിസ്ട്രേറ്റിൻ്റെ നേതൃത്വത്തിൽ മേൽനോട്ടത്തിൽ വേണം ഇൻക്വസ്റ്റ് നടപടികൾ വേണമെന്ന് അവർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പിന്നീട് മജിസ്ട്രേറ്റ് നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മൃതദേഹം മണിപ്പാലിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുകയുണ്ടായി. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിൽ വിശദമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് ഇവർ SP-ക്ക് പരാതി നൽകുകയും ചെയ്തു. SP-ക്ക് പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ 2 പേരെ ഈ ഉടുപ്പി ബ്രഹ്മവാർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. പക്ഷേ ഇത് സസ്പെൻഡ് ചെയ്തത് എന്തിനെന്നാൽ ഒരു ആളെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ, ഒരു പ്രതിയെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ, രാത്രിയിൽ കസ്റ്റഡിയിലെടുക്കുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്ന കാരണത്താലാണ് ഈ 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ബിജുമോൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള നടപടികളും അവിടെ ഉണ്ടായിട്ടില്ല. കൃത്യമായി പറയുകയാണെങ്കിൽ ആ ദേഹം കണ്ടു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാകാം ഒരു മർദ്ദനമേറ്റ പാടുകളാണ്. ഈ പരാതി ലഭിച്ചതിന് ശേഷം ഈ ബിജുമോനെ മരണം കഴിഞ്ഞ് 3:45-ന് ബിജുമോൻ മരിക്കുന്നു. ശേഷമാണ്
11-ാം തീയതിയാണ് സംഭവത്തിൽ FIR ഇടുന്നത്. ഇവിടുത്തെ ആളുകൾക്ക്, അതായത് കൊല്ലത്തെ മലയാളികൾ അവിടെ എത്തി ഭാഷാപരമായ ബുദ്ധിമുട്ടുകളെല്ലാം കൊണ്ട് പറഞ്ഞു. ഇത് ചൂഷണം ചെയ്തുകൊണ്ട് തന്നെ അവിടുത്തെ പോലീസ് നിസ്സാരമായ വകുപ്പുകൾ ചുമത്തി അതൊരു സാധാരണ ഒരു കാർഡിയക് അറസ്റ്റാക്കി വരുത്തി തീർക്കുകയും ചെയ്യുകയുണ്ട്. പക്ഷേ ഈ കേസിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും ഇത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നുമാണ് ഈ കുടുംബം പറയുന്നത്. ഈ കുടുംബം പറയുന്നത് വ്യക്തമായിട്ട് പറയും, ഇതൊരു ബ്രൂട്ടലി, അതായത് ഒരു ലോക്കപ്പിലുള്ളൊരു മരണം തന്നെയാണെന്ന്. അതായത് ഒരാളെ സ്റ്റേഷനിലേക്ക് എടുക്കുമ്പോൾ അദ്ദേഹത്തിന് മെഡിക്കലുകളിൽ നോക്കേണ്ട കാര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെ ഒരു മലയാളിയെ ഉടുപ്പിയിൽ വെച്ച് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയാണ്. അതായത് ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു ഒരാഴ്ച മുൻപ് ബിജുമോൻ ഇവിടെ എത്തിയത്. അതായത് 9-ാം തീയതി ആയിരുന്നു ബിജുമോൻ അവിടെ എത്തുന്നത്. പിറ്റേ ദിവസം തന്നെ ഇദ്ദേഹത്തിന് പേരിലൊരു പരാതി ലഭിക്കുന്നു. ഈ പരാതി ലഭിച്ചതിന് അടിസ്ഥാനത്തിൽ അന്വേഷിക്കുക പോലും ചെയ്യാതെ ബിജുമോനെ സ്റ്റേഷനിലെത്തി 9 മണി മുതൽ പുലർച്ചെ 3:30 വരെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറഞ്ഞത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ തന്നെ മലയാളി സമാജം അടക്കം ഇടപെടുകയും പിന്നീട് ഈ കേസിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടു. അതായത് ഇതൊരു സാധാരണ മരണമാണ്, ഇതൊരു കാർഡിയക് അറസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നിരവധി ആളുകൾ ഇന്ന് രാവിലെ പോലും ബിജുവിൻ്റെ കുടുംബവുമായി ബന്ധപ്പെടുകയാണ്. കാരണം ഇതൊരു സാധാരണ കാർഡിയക് അറസ്റ്റ് ആണ്, ഇതിൽ കൂടുതൽ അന്വേഷണം വേണ്ട ആവശ്യമില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പല ആളുകൾ ഈ കുടുംബത്തെ ബന്ധപ്പെടുന്നു. 2 പെൺകുട്ടികളുടെ പിതാവാണ് ഇപ്പോൾ ഈ കുടുംബത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒരു സഹോദരനെ നഷ്ടപ്പെട്ട ദുഃഖത്തിലാണ്. ഇവർക്ക് ഈ അന്യനാട്ടിൽ പോയി ഈ നിയമ നടപടികൾ ചെയ്യുവാൻ വേണ്ട ഒരു പരിജ്ഞാനമില്ല, അതുപോലെ തന്നെ അതിനു വേണ്ട സഹായങ്ങളില്ല. പക്ഷേ ഇത് കണ്ടറിഞ്ഞുകൊണ്ട് നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ പലർക്കും പരാതികൾ നൽകി. ഇപ്പോൾ SP-ക്ക്, അതായത് ഉടുപ്പി SP-ക്ക് നൽകിയപ്പോൾ പോലും ഉടുപ്പി SP പറയുന്നത് അവിടുത്തെ പോലീസുകാരെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു മറുപടിയാണ്. അത് കാർഡിയക് അറസ്റ്റ് കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ള ന്യായീകരണമാണ് ഇവിടെ നിർത്തുന്നത്. പക്ഷേ ദേഹത്തെ ഏറ്റ പാടുകൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി ഇല്ലാതെയാണ് ഈ SI നിൽക്കുന്നത്. 9 മണി മുതൽ 3:45 വരെ ഒരു വ്യക്തിയെ പോലീസ് സ്റ്റേഷനിൽ നിർത്തിക്കുമ്പോൾ തക്കതായ കാരണങ്ങളില്ല, FIR ഇടാതെ പോലീസ് സ്റ്റേഷനിൽ നിർത്തിക്കുന്നു. മരണശേഷം ഇദ്ദേഹത്തിനെതിരെ FIR ഇടുകയും ചെയ്തു. ഈ കുടുംബം ആവശ്യപ്പെടുന്നത് സമഗ്രമായ ഒരു അന്വേഷണമാണ്. കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. ഈ കേസിൽ കുറ്റക്കാരായ ആളുകളെ കൃത്യമായ നീതിക്ക് മുൻപിൽ, ഈ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നാണ്. പോലീസുകാരാണ് ഈ കേസിലെന്ന് വ്യക്തമായി അറിയാം. കാരണം ഒരു മലയാളിയെ ഭാഷ പോലും അറിയാത്ത ഒരാളെ അവിടെ ചെന്ന് തല്ലിച്ചതച്ച് ഈ കോലത്തിലാക്കി മരണപ്പെട്ടപ്പോൾ അതൊരു ദേഹാസ്വാസ്ഥ്യമാകുന്നു, അതൊരു കാർഡിയക് അറസ്റ്റാക്കി അവർ ചിത്രീകരിക്കുന്നു. FIR ഇട്ടത് പിറ്റേ ദിവസമാണ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടും ഈ ദേഹത്തെ പരുക്കുകൾ അത്രമേൽ അതായത് ഈ സംഭവം ഉണ്ടായത്, അതായത് ബിജുമോനെ പിടിച്ചു കൊണ്ടുപോയത് ശേഷം ആ മരണവും സംഭവിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ട്, അതിന്റെ FIR ഇടുന്നത് എന്നാണോ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ കുടുംബം. ഒപ്പം ഈ ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകളുണ്ട്, അത് വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്യുന്നു. പക്ഷെ അപ്പോഴും പോലീസിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി കുടുംബത്തിന് ലഭിച്ചിട്ടുമില്ല. ഒപ്പം ഈ പരാതി ഉയർന്നതിന് ശേഷം 2 പോലീസുകാരെ ഇക്കാര്യത്തിൽ ഒരു നടപടി എടുക്കുന്നു. പക്ഷേ അത് മരണവുമായി ബന്ധപ്പെട്ടല്ല, കസ്റ്റഡിയിലെടുത്തതിൽ കൃത്യമായിട്ടുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള നടപടി എടുത്തില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചാണ് അല്ലേ? ഇതിപ്പോൾ എങ്ങനെയാണ് കുടുംബം ഇനി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്? ശ്രുതി, ഇവർക്ക് ഈ കുടുംബത്തിന് വേണ്ടത് സഹായമാണ്. അതായത് സംസ്ഥാന സർക്കാരിൻ്റെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും സഹായം മാത്രമാണ്. കാരണം ഈ മലയാളികൾക്ക് ഉടുപ്പിയിൽ ചെന്നുകൊണ്ട് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നീക്കങ്ങൾ നടത്തുവാനുള്ള ഒരു കപ്പാസിറ്റിയുള്ള കുടുംബമല്ല, അതിനുള്ള ശേഷിയുള്ളവരല്ല. പക്ഷേ ഇത് മാധ്യമങ്ങളിലൂടെ പുറത്തു വരണമെന്നുള്ളത് കൊണ്ടും ഇന്ന് രാവിലെ അടക്കം ഉടുപ്പിയിൽ നിന്ന് പലരും ഈ കേസുമായി ബന്ധപ്പെട്ട് വിളിക്കുന്നു. ഈ പോലീസുകാരെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കുന്നു. ഈ മരണം സ്വന്തം സഹോദരൻ്റെ അല്ലെങ്കിൽ 2 പെൺകുട്ടികളുടെ പിതാവിൻ്റെ മരണം സാധാരണഗതിയിൽ ഒരു കാർഡിയക് അറസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിച്ചുകൊണ്ട് ഉടുപ്പിയിൽ നിന്ന് ഫോൺ വരുമ്പോൾ അവരുടെ പക്കലുള്ള ദൃശ്യങ്ങൾ പോലും, അതായത് ദേഹമാസകലം പരിക്ക് പറ്റിയ ദൃശ്യങ്ങൾ വ്യക്തമായി കാണുന്നു. പക്ഷേ ഈ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ 2 പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അവിടുന്ന് സസ്പെൻഡ് ചെയ്തത്, അത് പ്രതിയെ രാത്രിയിൽ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പാലിക്കാത്തത് കൊണ്ടാണ് ആ പ്രതികളെ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തത്, അല്ലാതെ ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല. അതുകൊണ്ടാണ് ഈ കുടുംബം പറയുന്നത് ഇതിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന്. കേന്ദ്ര ഏജൻസി അന്വേഷിക്കേണ്ടതുണ്ട്. ലോക്കൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് ഒരു കുടുംബത്തിന്റെ അത്താണിയെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇവർക്ക് ഈ പെയിന്റിന്റെ ജോലിക്ക് വേണ്ടി പോയ ഒരാൾക്ക് ഇപ്പോൾ ഒരു കുടുംബത്തിന് അത്താണി നഷ്ടപ്പെട്ടിരിക്കുന്നു. സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത്. ശ്രുതി.
ഓക്കെ, വ്യക്തമാണ് ദിലീപ്. ഉടുപ്പി ബ്രഹ്മവാർ പോലീസ് കസ്റ്റഡിയിലെടുത്ത കൊല്ലം സ്വദേശി ബിജുമോൻ മരിച്ചതിലാണ് ദുരൂഹതയുണ്ടെന്ന് കുടുംബം പറയുന്നത്. ബിജുമോന്റെ ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകളുണ്ടെന്നും പോലീസ് കസ്റ്റഡിയിൽ വളരെ ക്രൂരമായി തന്നെ ബ്രൂട്ടലി മർദ്ദിച്ചിട്ടുണ്ട് ബിജുമോനെ എന്നുമാണ് കുടുംബം ആരോപിക്കുന്നത്. ഇത് കൊലപ്പെടുത്തിയതാണെന്നാണ് സഹോദരൻ റിപ്പോർട്ടറിനോട് പറയുകയും ചെയ്തത്. എന്തായാലും കേസ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. നീതി ലഭിക്കണമെന്നും കുടുംബം ആവശ്യം.